രാജഗിരി ആശുപത്രിയിൽ നിന്നാണ് ഈ തത്സമയ പരിപാടി പ്രേക്ഷകരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗ്ലോബസ്റ്റ് എന്ന് പറയുന്ന ഒരു ഏരിയയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഡോക്ടർക്ക് അറിയാം ഗ്ലോബസ്റ്റിനെ കുറിച്ച്? ഗ്ലോബസ് ഏരിയ എന്ന് പറയുന്ന ഒരു പ്രീമിയം സർവീസ് കൊടുക്കുന്ന ഒത്തിരി വിദേശികൾ ഇവിടെ വരും. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് വേണ്ടുന്നതായിട്ടുള്ള ഏറ്റവും അത്യാധുനിക സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു ഏരിയയാണിത്. ഡോക്ടർ സുഖമായിരിക്കുന്നോ? ഡോക്ടർ എൻ്റെ പേര് ടോം ജോസ് ആണ്. നമ്മൾ ഈ ഗ്ലോബസ്റ്റ് എന്ന് പറയുന്ന ഏരിയയിലേക്ക് പോകുന്നത്. നമ്മുടെ ഗ്ലോബസ്റ്റ് വിദേശ നിന്ന് വരുന്ന ആൾക്കാർക്ക് കഫയും അതുപോലെ തന്നെ റൂമൊക്കെ ഉണ്ടെന്ന് പറയും. ഡോക്ടർ ഏത് ഡിപ്പാർട്ട്മെന്റാ? ഞാൻ ഓർത്തോ ഡിപ്പാർട്ട്മെന്റ്. ആണല്ലേ? ഓ ഞാൻ ഡോക്ടർ മുരുകൻ ബാബുവിന്റെ കാര്യം പറയായിരുന്നു. അല്ല, കിടന്നു വന്ന എൻ്റെ ഒരു അമ്മമ്മയെ നടത്തി വിട്ടു. ഞങ്ങളിവിടെ 11 വർഷമായിട്ടുണ്ട്. ഞാൻ മുരുകൻ സാറ് ഞങ്ങൾ 10-15. ഡോക്ടർ നാട്? എൻ്റെ നാട് പാലയാണ്. അപ്പോൾ ഡോക്ടർ സുഖമായിരിക്കട്ടെ. സുഖമായിരിക്കും. ഓക്കെ, താങ്ക് യു. ഓ, ഇതാണ് കഫേല്ലേ? ഇത് വിദേശ നാടുകളിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർ. ഓക്കെ, ഹായ്, ഗുഡ് മോർണിംഗ്. വി ആർ ഫ്രം എ ടെലിവിഷൻ ന്യൂസ് ചാനൽ. ഗുഡ് മോർണിംഗ്. ഹൗ ആർ യു? ഓക്കെ, ഗുഡ് മോർണിംഗ്. ഇതൊരു നല്ല കാഴ്ചയാണല്ലോ. അപ്പോൾ ഇവിടെ ഫാദറെ, വിദേശികൾക്കല്ലാത്ത സ്വദേശികൾക്കും കഴിക്കാമോ? ആർക്കും വരാം. ഇവിടെ ഭക്ഷണത്തിന്റെ പ്രത്യേകത എങ്ങനെ? ആർക്കും കഴിക്കാം, വിവേചനമില്ല. അല്ല, ഈ വിദേശത്ത് നിന്ന് വരുന്ന ആൾക്കാർക്കുള്ള റൂംസ് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? അവർ കൊടുക്കുന്ന റൂമുകളൊക്കെ മാത്രമായിട്ട് റൂംസ് ഇല്ല. റൂംസ് ആർക്കും കൊടുക്കാം. കൂടുതൽ സൗകര്യം, ഇന്റർനാഷണൽ ക്വാളിറ്റി എങ്കിപ്പിരിക്കും. കൂടുതൽ സൗകര്യം വേണ്ടവർക്ക് അങ്ങനെയുള്ള റൂംസ് കിട്ടും. വ്യത്യസ്ത തരം ഭക്ഷണം പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമോ? എല്ലാം ഉണ്ട്. ആഫ്രിക്കൻ കുസീൻ ഉണ്ട്, മിഡിൽ ഈസ്റ്റ് കുസീൻ ഉണ്ട്, മാൽദീവിയൻ കുസീൻ ഉണ്ട്, എല്ലാം ഉണ്ട്. ഞാൻ ഡോക്ടറോട് ചോദിക്കട്ടെ, ഡോക്ടറെ, ഇവരെയൊക്കെ ഡീൽ ചെയ്യാൻ എളുപ്പമാണോ ഈ വിദേശത്ത് നിന്ന് വരുന്ന രോഗികൾ? വളരെ എളുപ്പമാണ്. കാരണം അവർ ഒരു പരിധിവരെ വളരെ പ്രതീക്ഷയോടുകൂടി വരികയാണ്. നമ്മൾക്ക് അവരുടെ ഒപ്പം നിന്ന് കഴിഞ്ഞാൽ അവർ നമ്മളോട് വളരെ താതാത്മ്യം പ്രാപിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അവരെ ഡീൽ ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടില്ല, ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. ഡോക്ടറെ, എന്തായാലും ഇത് ഒരു നല്ല സ്ഥലമായിട്ട് ഞാൻ കാണുന്നു. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ സമയമാകുന്നു. അപ്പോൾ പ്രത്യേകിച്ച് അല്ലേ, അപ്പം നമുക്ക് എന്തായാലും ഒരു നല്ല ദിവസമാണ് നമ്മൾ രാജഗിരി വന്നത്. അങ്ങയുടെ ജന്മദിനം ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു. ഒരുപക്ഷെ അങ്ങയുടെ ഈ സേവനം ഒരുപാട് രോഗികളിലേക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും കിട്ടട്ടെ എന്ന് കൂടി ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു ഡോക്ടർ സണ്ണി. അപ്പോൾ സന്തോഷം. 24-ന്റെ പ്രേക്ഷകർക്ക് എല്ലാ ആശംസകളും നേരുന്നു. 24 സമൂഹത്തിന്റെ മനസാക്ഷിയായി മാറട്ടെ എന്ന് ഞാൻ നിർത്തുന്നു. ഡോക്ടർ, ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. ഇത് ഫാദർ സണ്ണി വാഴപ്പള്ളിയാണ്, അദ്ദേഹത്തിന്റെ ജന്മദിനമാണ്. ഫാദർ ജോൺ സണ്ണി. ഇതാണ് ഡോക്ടർ സണ്ണിയാണ്, പേര് മാറിപ്പോയത്. അപ്പോൾ ഈ ഫാദർ ജോൺസ് വാഴപ്പള്ളി, അദ്ദേഹം സേക്രഡ് ഹാർട്ട് കോളേജ് തേവരയിൽ ഹിസ്റ്ററി അധ്യാപകനായിരുന്നു. ഒരു ഹിസ്റ്ററി അധ്യാപകനാണ് ഇതിൻ്റെ CEO ആയിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് കാര്യക്ഷമത കൂടിയെന്ന് അദ്ദേഹം പറയും. എല്ലാത്തിനും ഒരു ഹിസ്റ്ററി വേണമല്ലോ, ചരിത്രം വേണം. ചരിത്രത്തെ നമുക്ക് ഒരിക്കലും അവഗണിക്കാൻ പറ്റില്ല. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ മോർണിംഗ് ഷോയിൽ നാളെ രാവിലെ 7 മണിക്ക് 24 കാണാം.